ഹായ്, ഇന്ന് നമുക്ക് കുക്കറിൽ എളുപ്പത്തിലൊരു മസാലച്ചോറ് ഉണ്ടാക്കിയാലോ? അരമണിക്കൂർ കൊണ്ട് ഇത് റെഡിയാവും കേട്ടോ. എന്നുണ്ടാക്കുന്ന ചോറും കറിയൊന്നും നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാളയും ക്യാരറ്റും കൂടി ഒന്ന് വാട്ടുക. കുറച്ച് കറിവേപ്പില മുറിച്ചും കൂടി ഇട്ട് അതും കൂടി കഴിച്ച് പൊക്കോളൂ കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയും ഒന്ന് മിക്സിയിൽ അങ്ങോട്ട് അരയ്ക്കുക. എന്നിട്ട് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്നും മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഉപ്പും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ സാധാരണ പുഴുക്കലരി വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി അരി വെച്ചും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അത് വേറെ ലെവലാവുമേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായി മിക്സ് ചെയ്യുക. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 1 ഗ്ലാസ് അരിയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പുഴുക്കലരി ആയതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ടാവും കേട്ടോ. ഇനി കുക്കർ അടച്ച ഒരൊറ്റ സ്റ്റീം നമ്മുടെ മസാല ചോറ് റെഡിയായി. കൂടെ ഒന്നുമില്ലെങ്കിലും വെറുതെ ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറിക്കൊന്നും മെനക്കെടാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മസാല ചോറ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ.